നമ്മുടെ ഫേസിലെ കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി സ്കിൻ ഗ്ലോ ആവാനായിട്ട്. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആകും കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആണ്. ഈ ഒരു ഫേഷ്യലിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു ഫേഷ്യൽ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും നന്നായിട്ടൊന്ന് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേഷ്യലാണ്. അപ്പോൾ ഈ ഒരു ഫേഷ്യലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഫി പൗഡറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കോഫി പൗഡർ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം നമ്മൾ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നതിന് മുന്നേ ഒന്നെങ്കിൽ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലെൻസിങ് ലോഷൻ യൂസ് ചെയ്തിട്ടോ നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് സിമ്പിളിൻ്റെ ക്ലെൻസിങ് ലോഷനാണ്. ഇത് നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഇതിന് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിത് ഡെയിലി ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലോഷനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ക്ലെൻസിങ് ലോഷൻ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ട് ആവുന്ന ഒരു അടിപൊളി ഒരു ലോഷനാണ് കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് ക്ലെൻസിങ് ലോഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അടുത്തത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്ന പാലാണ്. പാല് നമ്മൾ എടുക്കുമ്പോൾ തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ എടുക്കേണ്ടത്. പാല് നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ ക്ലീൻ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പാല് ഇതേപോലെ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ഫേഷ്യലാണ് കേട്ടോ. അത്രയ്ക്കും റിസൾട്ടും കിട്ടും. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേഷ്യലാണ്. ഇനി ഞാനിത് ഒന്ന് വാഷ് ചെയ്ത് വരട്ടെ. അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ്. അപ്പം നമ്മുടെ ഒരു ഫേഷ്യൽ കോഫി പൗഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഫി പൗഡറാണ്. അപ്പം ഞാൻ 1 സ്പൂൺ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അത് ഞാൻ 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര എടുക്കുമ്പോൾ ഒരുപാട് തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ നമ്മളൊന്ന് പൊടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന റോസ് വാട്ടറാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഈ ഒരു കോഫി പൗഡറും പഞ്ചസാരയും കൂടെയുള്ള ആ ഒരു മിക്സ് നമ്മൾ ഫുള്ളായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക, സ്ക്രബ് ചെയ്തെടുക്കുക. ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സ്കിന്നൊന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ കഴുത്തിലും കൂടെ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫേഷ്യൽ നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ സ്ക്രബിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നതാണ്. ഇനി ഞാനിത് തുടച്ചെടുക്കട്ടെ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു മസാജിങ് ക്രീമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളിവിടെ കോഫി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് കേട്ടോ.
അപ്പം ഞാനൊരു 1/2 സ്പൂണ് അലോവേര ജെല്ല് ഈ കോഫി പൗഡറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ഫേസിന് നല്ലൊരു ഷേപ്പ് കൊടുക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു ചുളിവുകളൊക്കെ മാറ്റിയിട്ട് ഡ്രൈനെസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു ഫേഷ്യൽ വീട്ടമ്മമാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു പാക്ക് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഓൾറെഡി നമ്മളൊരു മസാജിങ് ക്രീം തയ്യാറാക്കിയായിരുന്നു. അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് കോഫി പൗഡറും അലോവേര ജെല്ലും കൂടെ കൂടിയിട്ടാണ്. ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പാക്കായിട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ ഇതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന മഞ്ഞളാണ്. പച്ചമഞ്ഞൾ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. നമ്മൾ പച്ചമഞ്ഞൾ ഉണക്കി പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്, കറിക്ക് ഉപയോഗിക്കുന്നതല്ല. മഞ്ഞൾ നമ്മളൊരു നുള്ളു മഞ്ഞൾ ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. 1 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന റോസ് വാട്ടറാണ്. അടുത്തായിട്ട് ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാക്ക് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ചുളിവുകൾ മാറ്റാനായിട്ടും ഡ്രൈനെസ് ഒക്കെ മാറ്റാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഈ ഒരു പാക്ക് നമുക്ക് ഫേഷ്യലിന് അല്ലാതെ തന്നെ അല്ലാതെയും നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. ഈ ഒരു ഫേഷ്യൽ നമ്മൾ ഏതെങ്കിലും ഒരു ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുന്ന ഫേഷ്യലിൻ്റെ അതേ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യലിൽ നിന്നും കിട്ടുന്നതായിരിക്കും. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നല്ല റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആകും കേട്ടോ. ചിലരുടെ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, ഭയങ്കര കട്ടിയായിരിക്കും സ്കിന്നിനൊക്കെ. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ്. സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കി അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിൻ്റെ തലേദിവസം നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.